എനിക്കറിയാം എന്നെ നിൽക്കുവന്നു. അങ്ങനെ ഒരാളോട് ചോദിക്കുക, ഇവിടെ തൻ്റെ പുലി ഇത്രയും കട്ടിയുള്ളതാണ് ഇത് പണ്ടേ രജിസ്റ്റർ ചെയ്യണോ? മനസ്സിലായോ? അവനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ? എൻ്റെ ആത്മീയം വെളിപ്പെടുന്ന കാത്തിരിപ്പ് യോഗത്തിലല്ല, എൻ്റെ ആത്മീയ യോഗം വെളിപ്പെടുന്ന കൺവെൻഷനല്ല, പാട്ടിലല്ല, തെറി പറയുന്നവരുടെ മുമ്പിലാണ്. കമ്മിറ്റി നടക്കുമ്പോൾ കസേരയെ പൊക്കി പിടിച്ച് നിൽക്കുന്നവരുടെ മുമ്പിലാണ് എൻ്റെ ആത്മീയം വെളിപ്പെടേണ്ടത്. മനസ്സിലായോ? എന്തോ മനസ്സിലായ? ഇത് ആലയത്തിൽ പോകുന്നവർക്കുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അല്ലാത്തവരാണെങ്കിൽ ഇത് കാണുമ്പോഴേ തീരും. ലോകത്തിലെ ഇന്ന് ജീവിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു വൃക്ഷമുണ്ട്, ശിഖാമരമാണ്. യെശയ്യാവിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. 2600 വർഷം പഴക്കമുള്ളൊരു മരം. കാണാൻ ഒരു സഹോദരനെ അയാളെ കാറി കൊണ്ടുപോവാണ്. അപ്പോൾ അയാളെ എന്നെ കൊണ്ടുപോകുമ്പോൾ അയാളെ രക്ഷിക്കപ്പെട്ട കാര്യമല്ല ഇങ്ങനെ പറഞ്ഞു. വിശാലം ദൂരമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ആദ്യം ഒരു സഭായത്തിന് പോയി, പാട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, ഹല്ലേലൂയ ഉണ്ടായിരുന്നു, കർത്തൃമേഷം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാസ്റ്റർ. അത് കഴിഞ്ഞ് വേറൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, അത് അടിയായിരുന്നു. എന്നിട്ട് അതേ ഈ അടി നടന്നപ്പോൾ പുള്ളി ബൈബിൾ എടുത്ത് ചാടി അവിടെ ഈ ഉടമല്ല അടുത്ത ആരാധന അവിടെ തുടങ്ങേണ്ടതാണ്. അപ്പം അവർക്കൊരു മണിക്കൂർ മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പം പുള്ളി എളുപ്പം നിർത്തി ചാടി, മുറി നിർത്തി ചാടി. മുറി നിർത്തി ആടിപ്പോൾ പുള്ളി കാണുന്ന കാര്യം ഒരു സഹോദരി ചെരുപ്പൂരി വേറൊക്കെ അടിക്കുന്നതാണ്. അപ്പം പുള്ളിക്ക് മനസ്സിലായി ഇവിടെ പെണ്ണാട് അടിക്കുന്നതാണ്. എന്നാൽ ആ സഹോദരൻ നഷ്ടപ്പെട്ടു പോയില്ല. ശത്രുക്കളുടെ മുൻപിൽ പിടിച്ചു നിന്നാൽ നിനക്ക് ഈ ആലയത്തിൽ വരാം. നീ വരാതിരിപ്പാൻ ഉള്ളൊരു തന്ത്രമാണത്. ശത്രുവിൻ്റെ മുൻപിലാണ് ആത്മീയത. അങ്ങനെ നീ ധൈര്യമായി നിന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മോർദെഖായിയെ നീ ഹാമാൻ അവൻ പൊടിഞ്ഞു പോകാനൊന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. കാരണം നിനക്ക് ദൈവം ഒരുക്കിയ വിരുന്ന് അവൻ കാണത്തക്ക നിലയിൽ അവന് ദൈവം ആയുസ് കൊടുത്തിരിക്കും. അത് മനസ്സിലായോ? കരമടിച്ചൊന്ന് സ്വന്തം ചെയ്താട്ടെ. ശത്രുവിന്റെ മുൻപിൽ നിന്നെ ഇട്ട് പണ്ടാടുന്ന കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. നീ അവിടെ പിടിച്ചു നിന്നാൽ നിനക്ക് അവന്റെ കണ്ണിന്റെ മുൻപിൽ തന്നെ ഒരു മേശ ഒരുക്കിയിരിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. മൂന്നാമത്തെ താഴ്വര, നാലാമത്തെ താഴ്വര ഈ അഭിഷേകം ചെയ്യുന്ന താഴ്വരയാണ്. അതാണ് നമുക്ക് വേണ്ടത്. ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ട്, നല്ലതാണ്. എങ്കിലും തലയിലൊരു പ്രത്യേക അഭിഷേകം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തലയ്ക്കകത്താകുമ്പോൾ ഈ കോപവും ക്രോധവും പാകവും പിണക്കവും ആശങ്കയും പ്രശ്നങ്ങളും എല്ലാം കയറി നടക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ തലയിൽ കർത്താവെന്ന് അഭിഷേകം ചെയ്യാനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ഒരു നിമിഷം പ്രയാസനെ ആ തലയിലോട്ട് വെച്ച് എൻ്റെ കർത്താവ് എൻ്റെ തലയിൽ ഒരു അഭിഷേകം. എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പം പിടിച്ചു നിൽക്കണേ ഇതൊക്കെ ഒക്കത്തുള്ളൂ. അന്യഭാഷയിലൊന്നും കാര്യം നടക്കുകയില്ല. ഈ അഭിഷേകം ഇല്ലാതെ ഒക്കുകയില്ല. അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എൻ്റെ കർത്താവെ എൻ്റെ തലയെ നീ ഒന്ന് അഭിഷേകം ചെയ്യണം. ഒന്നുറക്കെ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ അക്കാരം അടിച്ചെന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. എന്റെ കർത്താവേ, ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന, ഞങ്ങളെ വേദനപ്പെടുത്തുന്ന, ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന, ഞങ്ങളെ കോപത്തിലേക്ക് കൊണ്ടുപോകുന്ന, ഞങ്ങളെ ആവശ്യമില്ലാത്ത അശുദ്ധിയുടെ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നതെല്ലാം ഒന്ന് മാറിപ്പോകാൻ ആ തലയിൽ നീ എണ്ണ കൊണ്ട്, നിന്റെ ആത്മാവ് കൊണ്ട്, ആ തണുപ്പ് കൊണ്ട് ഒന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവേ. ശക്തിയായിട്ടൊന്ന് ആരാധിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകത്തിന് ഒരു അക്ഷരീയ അർത്ഥമുണ്ട് കേട്ടോ. അവിടെ പറഞ്ഞാൽ ഞാൻ എൻ്റെ വാക്കിൽ അവിടെ നിർത്താൻ പോവുകയാണ്. ഈ ആടുകള്, ഇടയന്മാര് ആടിനെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകും. ഈ വികസിത രാജ്യങ്ങളിലൊക്കെ, നമ്മുടെ ഇന്ത്യയിലും അവിടെ മേഖലകളിലൊക്കെ ആയിരക്കണക്കിന് പുൽമേടുകളിൽ ഇങ്ങനെ ആടുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന പോലെ കെട്ടിയിട്ട് തീരുന്ന പരിപാടിയല്ല, ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ആടിന്, ഈ മുട്ടാടിന് കൊമ്പൊക്കെ ഉണ്ടാകും. കൊമ്പൊക്കെ ഉണ്ടാകുമ്പോൾ അവന് ഈ കൊമ്പുണ്ടാകുമ്പോൾ അതിനെ എവിടെയും ഒന്ന് ഇടിക്കണം. അത് വേലിപ്പത്തലിലോ ഈ കയ്യാലയിലൊക്കെ അവന് ഒന്ന് ഇടിച്ച് ആശ്വാസം. പക്ഷേ കൊമ്പ് വളർന്നു കഴിയുമ്പോൾ അവന് അടുത്ത ആടിനെ ഇടിക്കും. ആടിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ചില ആട് എന്ന് പറഞ്ഞാൽ സ്ഥിരം ഇടിയാണ്, ചില ആട് സ്ഥിരം ഇടി കൊള്ളാൻ.
അത് ഭയങ്കര കാഴ്ചയാണ്. ഇതിൽ ഏറ്റവും വേദനാജനകമായ കാര്യം, ഇടികൊള്ളുന്ന ആടും ഇടിക്കുന്ന ആടും ഒരേ ഇടയിലെ ആടാണെന്നുള്ള. എന്നാ ചെയ്യാൻ നോക്കും? ഇടയിൽ എന്നാ ചെയ്യാൻ നോക്കും? പറയാൻ നോക്കുമോ? ഇടിക്കുന്ന ആടും ഇടേണ്ടതാണ്, ഇടി കൊള്ളുന്ന ആടും ഇടേണ്ടതാണ്. ഈ താഴ്വരയാണ് ഏറ്റവും ഡേഞ്ചറസ് താഴ്വര. കാരണം ഈ താഴ്വര കഴിഞ്ഞാൽ ആലയത്തിലെത്തി. താഴ്വര തീരുക, പിന്നെ നന്മയും കരുണയും ദീർഘായുസും ആലയുള്ളൂ. ഇത് ലാസ്റ്റ് താഴ്വരയാണ്. ഈ താഴ്വര കാണുമ്പോൾ ഈ ഇടിക്കാത്ത ആൾ പോലും ഇടി കാണുമ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് അത് പോകാൻ തോന്നും. അല്ലെങ്കിൽ ഇടി കൊള്ളുന്നയാൾ ഇനി ഞാൻ ആരാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, സഭയിൽ പോകുന്നില്ല, ഇനി എനിക്ക് ഈ ശുശ്രൂഷ വേണ്ട, മടുത്തു എന്ന് പറയും. അത് പറയിക്കാനായി ഈ താഴ്വരയിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിൻ്റെ ഒരു ഡേഞ്ചറസ് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു മർമ്മവും കൂടെ, അതിൻ്റെ രഹസ്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഈ ഉപരൂപമായ കാര്യമല്ല, വളരെ കാതലായ കാര്യങ്ങൾ, നിലനിൽക്കുന്ന കാര്യം പറയുക. ഇപ്പം ഒരു സഭയിൽ ഒരു വഴക്കുണ്ടാകും.